അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അൽ ഫായിസീൻ ബിദില്ലാഹി ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف الكتب ولشراح الكتب ولمصنف هذا الكتاب ولشارح هذا الكتاب برحمتك يا أرحم الراحمين. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് കാല മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറയാണ്, അൽ ബഹ്സു സാനി, രണ്ടാമത്തെ ചർച്ച, ഫി തഹ്ഖീഖിൽ മഅ്സൂറാത്തിൽ അർബഅ, മഅ്സൂറാത്തുൽ അർബഈനെ തഹ്ഖീഖാക്കുന്നതിലാണ്. മുജബ കുല്ലി, മുജബ ജുസി, സാലിബ കുല്ലി, സാലിബ ജുസി. ഖൗലുന, നമ്മുടെ വാക്ക്, കുല്ലു ജാ ബ, കുല്ലു ഇൻസാനിൻ ഹൈവാനിൻ, കുല്ലു ജാ ബ എന്നുള്ളത് യുസ്തഅമലു, അതിനെ പെരുമാറപ്പെടാറുണ്ട്, താറത്തൻ, ചില സമയത്ത്, ബിഹസ്ബിൽ ഹഖീഖത്തി, ഹഖീഖത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുമാറാറുണ്ട്. കുല്ലു ജാബ എന്ന് പറഞ്ഞാൽ ഹഖീഖത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുമാറും. അപ്പൊ ഹഖീഖത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുമാറുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താവുക? മഅനാഹു, അപ്പൊ അതിൻ്റെ അർത്ഥം അന്ന കുല്ലമാ ലൗ ഉജിദ കാന ജാ, അന്ന കുല്ലമ, തീർച്ചയായിട്ടും എല്ലാ ഓരോന്നും, അന്ന കുല്ലമ, തീർച്ചയായിട്ടും എല്ലാ ഓരോന്നും, ലൗ ഉജിദ, ആ ഒന്നിനെ എത്തിക്കപ്പെടുകയാണെങ്കിൽ, കാന, ആ ഒന്നാവും, ജായാവും. അപ്പൊ ജായായിട്ട് എത്തിക്കപ്പെടുന്ന ഏതൊന്നും, ഏതൊന്നെന്ന് പറഞ്ഞാൽ മിനൽ അഫ്റാദിൽ മുംകിനത്തി, മുംകിനായ ഫർദുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പം അത് ഹഖീഖത്തിൻ്റെ മാന വിശദീകരിച്ചതാണ്. ഹഖീഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഉള്ളത് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞതാണ്. ഏത്? അതായത് അന്ന കുല്ലമാ ലോ ഉജിത കാനജ. മനസ്സിലായില്ലേ? അപ്പൊ ബഹുവ, അപ്പൊ ഈ പറഞ്ഞത് ഏത് രൂപത്തിലാവും? ലോ ഉജിത, എത്തിക്കപ്പെടുകയാണെങ്കിൽ, ഏത് എത്തിക്കപ്പെടുകയാണെങ്കിൽ? ആ ജാഇന്റെ ഫർദുകൾ, ആ ജാനെ എന്ത് ചെയ്യുക? എത്തിക്കപ്പെടുകയാണെങ്കിൽ, കാന ഭ, ആ ജാ ഏതാവും? ഭയാവും. എല്ലാ ഇൻസാനും ഹൈവാനും, അവ ലോകത്ത് ഇൻസാന് എന്നുള്ളതിന് ലോകത്ത് എത്തിക്കപ്പെടുകയാണെങ്കിൽ ആ ഇൻസാന് ഏതായിട്ട് വരും? ഹൈവാനായിട്ട് വരും. അപ്പൊ അതിന്റെ മാന പറയാനുണ്ട്, കുല്ലു മാ ഹുവ മൽസൂമു ജാ, ജായുടെ മൽസൂമായി വരുന്നതൊക്കെ ഇപ്പൊ ഇൻസാനിൽ, അപ്പൊ ഇൻസാനിന്റെ ഫർദുകളായി വരുന്നത് മുഴുവനും ഫൗവ മൽസൂമു ഭ, ബായുടെ മൽസൂമാണ്, ബായുടെ മൽസൂമാണ്. മനസ്സിലായില്ലേ? ബായുടെ എന്താണ്? മൽസൂമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലായില്ലേ? കുല്ലുമാഹുവ മൽസൂമു ജ ഫൗവ മൽസൂമു ബ. വതാരത്തൻ, ചില സന്ദർഭത്തില്, വതാരത്തൻ, ചില സന്ദർഭത്തില്, ബിഹസ്ബിൽ ഖാരിജി, ഒരു പക്ഷേ ഖാരിജിലേക്ക് നോക്കിയിട്ട്, ഹഖീഖത്തിന്റെ അടിസ്ഥാനത്തിലാകൂല. അപ്പം ഖാരിജിലേക്ക് നോക്കുമ്പോൾ അതിന്റെ മാന ഏത് രൂപത്തിലാവും? മാനാഹു,
എങ്കിൽ അതിൻ്റെ മാനയാകുന്നത് കുല്ലു ജാ ഫിൽ ഖാരിജി, ഖാരിജ് ജായായി അറിയപ്പെടുന്ന ഏതൊന്നും, അതായത് ഇൻസാനായി ലോകത്ത് എത്തിക്കപ്പെടുന്ന ഏത് ഫർദുണ്ടോ, സവാവുങ്കാന ഹാല ലുക്കുമി, അത് ജാ കൊണ്ട് ഹുക്കുമ് ചെയ്യുന്ന സമയത്തായാലും, ഔ കബലഹു അതിൻ്റെ മുമ്പായാലും, ഔ ബാദഹു ശേഷമായാലും, ഫൗവ ബാബിൽ ഖാരിജി, അത് ഖാരിജി ബായായിട്ട് വരും. പറഞ്ഞ മനസ്സിലായോ? ഇതിപ്പോൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അതാ ഏതൊരു മൗദു ആയാലും ആ മൗദുവിനക്ക് ഹക്കീക്കത്തിൻ്റെ രൂപത്തിലൂടെയുള്ളതായ ഒരു എഴുത്തിബാറുണ്ടാവാം, ഖാരിജിൻ്റെ രൂപത്തിലൂടെ നോക്കിയിട്ടുള്ള ഒരു എഴുത്തിബാറുണ്ടാവും. ഖാരിജിലേക്ക് നോക്കിയിട്ടുള്ള എഴുത്തിബാറും ഹക്കീക്കത്തിലൂടെ നോക്കിയിട്ടുള്ള ഹക്കീക്കത്തിൻ്റെ തരീക്കിലൂടെ നോക്കിയിട്ടുള്ള ഒരു എഴുത്തിബാറും എന്ത് ചെയ്യും? ഉണ്ടാവും. അത് വിവരിക്കാനാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഷാരി വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അക്കൂലു, ഞാൻ പറയുന്നു, കത് അറഫ്ത, മോനെ നീ മനസ്സിലാക്കിയില്ലേ, അന്നലിൽ ഹംദിയത്ത്, തീർച്ചയായും ഹംദിയായ കളിയെ കൊണ്ട് തർഫൈനി, രണ്ട് തെർഫുണ്ട്. രണ്ട് തെർഫാണോ? രണ്ട് തെർഫില്ലാതെ ഇതുണ്ടാവില്ല, ഹംദിയ ഉണ്ടാവില്ല. ഒഹുവ, ഏതാണ് ആ രണ്ട് തെർഫ്? അഹദുഹുമ, അതിൽ നിന്ന് ഒന്നാമത്തേത്, വഹുവ, ആ ഒന്നാമത്തേത് മഹ്കൂമു അലൈഹിയാണ്. യുസമ്മ മൗദൂഅ, അതിലേക്ക് മൗദൂഅ് എന്ന് എന്ത് ചെയ്യും? പറയപ്പെടും. വസാനിയ, രണ്ടാമത്തേത്, വഹുവൽ മഹ്കൂമു ബിഹി, മഹ്കൂം ബിഹിയാണ്. അവിടെ വാവിൻ്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല സത്യത്തിൽ പറഞ്ഞാൽ. വസാനിഹ അൽ മഹ്കൂമു അലൈഹി എന്ന് പറഞ്ഞാൽ മതി. അഹദുമ അൽ മഹ്കൂമു അലൈഹി എന്ന് പറഞ്ഞാൽ മതി. സാനിയ മഹ്കൂം ബിഹി എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇപ്പം എന്തിനാണ് വാവ് കൊണ്ടുവന്നുള്ള ഇഷ്കാലാണ്. ഇസമ്മ മഹ്മൂല, അപ്പം അതിക്ക് മഹ്മൂല് എന്ന് എന്ത് ചെയ്യും? പേര് പറയപ്പെടും. എങ്കിൽ ഫഅലം, നീ മനസ്സിലാക്കുക, അന്ന ആദത്തൽ കൗമി, മന്ദിക്കീങ്ങളായ പണ്ഡിതന്മാരുടെ സമ്പ്രദായം, കത് ജറത്ത്, അത് നടന്നിട്ടുണ്ട്, കത് ജറത്ത്, അത് നടന്നിട്ടുണ്ട്. എന്താണ്? ബി അന്നഹും, തീർച്ചയായിട്ടും ആ പണ്ഡിതന്മാര്, മന്ദിക്കി പണ്ഡിതന്മാര്, മന്ദിക്ക് പണ്ഡിതന്മാരാകുന്നത്, യുഅബ്ബിറൂന, അവര് ഇബാറത്തിടാറുണ്ട്, അതിൽ മൗദൂഇ, മൗദൂഇനെ തൊട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇബാറത്തിടാറുണ്ട്. എന്തുകൊണ്ട്? ആ, എന്തുകൊണ്ട് ഇബാറത്തിടാറുണ്ട്? ബി ജാ, ജാ കൊണ്ട് ഇബാറത്തിടും. എന്താ കാരണം? ഇപ്പം നമ്മളിപ്പോൾ ഇൻസാൻ പറയാങ്ക ലോകത്തൊരു ഒരു ലോകത്ത് ഒരു മൗദു ആയിട്ട് ഇൻസാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സ്വാദ് വരുമല്ലോ. ഞങ്ങൾ സെയ്ദിനെ പറയുകയാണെങ്കിൽ ലോകത്ത് മൗദു ആയിട്ട് സെയ്ദ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സ്വാദ് വരൂലേ, ഒരു ഇഷ്കാല് വരൂലേ? അപ്പം ആ ഇഷ്കാല് ആ ഇഷ്കാല് ദൂരീകരിക്കാൻ വേണ്ടി പറയാണ്. മനസ്സിലായ? അനിൽ മൗദൂഇ, മൗദൂഇനെ തൊട്ട് പറയാറുണ്ട് ബിജ. വാനിൽ മഹമൂദി, മഹമൂദിനെ തൊട്ട് പറയാറുണ്ട് ബിബ, ബാ കൊണ്ടും പറയാറുണ്ട്. ഏയ് ഹത്താന്നവും, ഏതുവരേക്കും, തീർച്ചയായിട്ടും ആ മന്ദിക്ക് പണ്ഡിതന്മാര്, ഇതാ കാലു, അവര് പറയുകയാണെങ്കിൽ, കുല്ലു ജാഭ എന്ന് പറഞ്ഞാൽ, കുല്ലിൻസാനായവാൻ എന്ന് പറഞ്ഞാൽ, അപ്പം അതിൻ്റെ മാന എന്താ? ഫകാന്നവും കാലു, അപ്പം അവർ പറഞ്ഞതുപോലെയായി. എങ്ങനെ പറഞ്ഞ്? കുല്ലു മൗദൂഇൻ മഹ്മൂദ്, എല്ലാ മൗദൂവും മഹ്മൂദാണ്. ഇപ്പം എല്ലാ ഇൻസാനും അയവാനാന്ന് പറയുമ്പോൾ എന്നാ ഇന്നമാ ഫാല്, എന്തിനാ ഈ പണ്ഡിതന്മാർ ഇങ്ങനെ ചെയ്തത്?
മന്തിക്ക് പണ്ഡിതന്മാർ മൗദൂഇനെ പറയേണ്ട സ്ഥാനത്ത് ജായ് എന്നും മഹമൂദിനെ പറയേണ്ട സ്ഥാനത്ത് ബാ എന്നും പറയാനുള്ള കാരണം എന്താ? അത് ഫായിദത്തി. രണ്ട് ഫായിദ. എന്താ ഫായിദ? അഹദൂമ, ആ അഹദൂമാന്നല്ല യഹ്ദാഹുമാന്നാ വേണ്ടത്. യഹ്ദാഹുമ, ആ രണ്ട് ഫായിദയിൽപ്പെട്ട ഒരു ഫായിദ അത് ഇഖ്തിസാറു കലാം ചുരുങ്ങലാണ്. ഈ കുല്ലു ഇൻസാനിൻ അയവാനെന്ന് പറഞ്ഞതിനേക്കാളും ഇബാറത്ത് കുറവാണല്ലോ കുല്ലു ജാബ എന്ന് പറയത്. ഏയ്, കുല്ലു ജാബ എന്ന് പറയത് ഇബാറത്ത് ചുരുങ്ങി കിട്ടിയല്ലേ? അതെ. അപ്പോൾ വൈന്ന കൗലന, തീർച്ചയായിട്ടും നമ്മുടെ വാക്ക്. കുത്തുബിൻ്റെ ഒരു ഇബാറത്തിൻ്റെ രൂപങ്ങൾ ചിന്തിച്ച് നോക്കണം. മുതവരിതൊന്നും കൊണ്ടമ്മ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമായിട്ട് വിശദീകരിക്കണം. ഒരു കാര്യം പറഞ്ഞാൽ വീണ്ടും വിശദീകരിച്ചു കൊടുക്കുക. ഫൈന കൗലന, തീർച്ചയായിട്ടും നമ്മുടെ വാക്ക്. കുല്ലു ജാബ എന്നുള്ള വാക്ക് അക്സറു, അത് സംക്ഷിപ്തമായ കലാമാണ്. അത് സംക്ഷിപ്തമായതാണ്. എന്തിനേക്കാളും സംക്ഷിപ്തമായതാണ് മിൻ കൗലിന കുല്ലു ഇൻസാനിൻ അയവാന്, എല്ലാ ഇൻസാനും അയവാനാണ് എന്ന് പറയുന്നതിനേക്കാൾ. മസലൻ വലാഹിറൻ, അതോടുകൂടി വ്യക്തമായതുമാണ്. ഏത്? എങ്ങനെ? കുല്ലിജാബാന്ന് വേം വിഷയം പുറത്തും കിട്ടും. മനസ്സിലായ? പക്ഷെ നമുക്കൊരു അഭിപ്രായം പറയാനുണ്ട്. കുല്ലുജാബ കൊണ്ട് ഒരിക്കലും, അതുകൊണ്ട് ഇഖ്തിസാറുണ്ടെങ്കിലും ലുഹൂരിയത്ത് പറയും. വിഷയം മനസ്സിലാക്കണമെങ്കിൽ കുല്ലുജാബ എന്ന് പറയലല്ല നല്ലത്. ഏത്? ഓരോ പ്രത്യേകമായ മൗദൂഇനും മഹ്മൂദിനും ആഡ് ചെയ്യുക അറിയില്ല ഏറ്റവും ഉത്തരം. അപ്പോഴാണ് വിഷയം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. വെറും കുല്ലു ജാബ എന്ന് പറയുമ്പോൾ അങ്ങനെ വിഷയം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിന്നെ വദാനീഹിമ, രണ്ടാമത്തെ ഫായിദ എന്താണ്? ദഫു തവഹുമിൽ ഇൻഹിസാരി. ആ പറഞ്ഞതിനെ പിന്നും പറയുന്നതാണ്. ക്ലിപ്തമായിട്ടുണ്ട് എന്നുള്ള ഊഹനയെ തടുക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിപ്തമാകുക എന്ന് പറഞ്ഞാലേ അതായത് കുല്ലു ഇൻസാനും അയവാനെന്ന് പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കും ഇൻസാനും അയവാനും മാത്രമേ ഉള്ളൂ, വേറെ മൗദൂവും മഹ്മൂദൊന്നും ഉണ്ടാവില്ലാന്ന്. അതപ്പോൾ പറയുന്നത്. മസലൻ കുല്ലു ഇൻസാനിൻ ഹയവാനിൻ, എല്ലാ ഇൻസാനും ഹയവാനിൻ എന്ന് പറഞ്ഞ നമ്മുടെ കൗല് അങ്ങനല്ല. എവിടെ? ഫൈനഹും, തീർച്ചയായിട്ടും ആ മന്ദിക്കീങ്ങൾ ലൗ വദഊലിൽ മൂജബത്തിൽ കുല്ലിയ, മൂജബ കുല്ലിക്ക് അവർ വെച്ചു. മസല, ഉദാഹരണം എന്തിനെ വെച്ചു? കൗലന, നമ്മുടെ കൗലിനെ. കുല്ലു ഇൻസാനിൻ ഹയവാനിൻ, അത് മൂജബ കുല്ലിയ. ഏയ്, കുല്ലു ഇൻസാനിൻ ഹയവാനിൻ എന്നുള്ളത് ഏതാണ്? മൂജബ കുല്ലിയാണ്. എന്നിട്ട് വാജിറവോ, അവർ കൊണ്ടുവരികയും ചെയ്തു അലിഹി, അതിൻ്റെ മേലില് അൽ അഹ്കാമായ എല്ലാ അഹ്കാമിനെ അവർ കൊണ്ടുവന്നു. ഏത്? കുല്ലു ഇൻസാൻ എന്ന് പറഞ്ഞിട്ടേ. അങ്ങനെ വന്നാൽ അംകന പറ്റും. അയ്യദ്ഹബൽ വഹ്മു, ഊഹന പോവല് അഥവാ ഊഹിക്കുക. ഊഹന വടിയും കുത്തി പോവുക എന്നല്ല. അയ്യദ്ഹബൽ വഹ്മു, വഹ്മ് പോവുക അഥവാ ഊഹിക്കുക. ഇലാ അന്ന തിൽക്കൽ അഹ്കാമ, തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട ഹുക്കുമുകൾ ഇന്നമായ ഫി ഹാദിഹിൽ മാദ്ദത്തി, അത് ഈ മാദ്ദയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ചോദ്യം വരും. ഏത്? ഇൻസാൻ എന്നുള്ള മാദ്ദ. കുല്ലു ഇൻസാനിനായവാനും വേറൊന്നിലും ഇല്ല എന്നുള്ള ഒരു യോശന വരും. വൈകാത്തുള്ള ഉസ്താദന്മാർ പറയും പോലെ. പിന്നെ അപ്പൊ അംകന സൗകര്യപ്പെടുവാൻ യദ്ഹബൽ വഹ്മു, ഊഹന പോവല് ഇലാ അന്ന തിൽക്കാം അതിരതി ദൂരൽ മൂജബാത്തിൽ കുല്ലിയത്തിൽ ഉഖറ, വേറെ മൂജബ കുല്ലിയാത്തുകളെ കൂടാതെ. അപ്പം അതുകൊണ്ട് ഫതസവ്വറു, അപ്പം അവരെന്ത് ചെയ്ത്? ആ പണ്ഡിതന്മാർ തസവ്വുറാക്കി.
മഫ്ഹൂമൽ കളിയത്ത് കളിയൻ്റെ മഫ്ഹൂമിനിക്ക് അവർ പിന്നെ തസവുറാക്കി കൊണ്ടുവന്നു. മഫ്ഹൂമിൻ്റെ പിന്നെ ഈ തസവൂർ കലാമിൻ്റെ തസവൂർ എന്ന് പറഞ്ഞാൽ കലിയൻ്റെ തസവൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാന എന്താണ്? അതായത് മഹ്മൂദിൻ്റെ മൗദൂയിനക്ക് എന്ത് ചെയ്യുക? സുബൂത്താക്കുക. അതാ മഹ്മൂദിൻ്റെ ആ മൗദൂയിൻ്റെ എല്ലാ ഹുക്കുമിനുക്കും എല്ലാ ഫർദുകൾക്കും ബാധകമാകും. അതെ, അങ്ങനെ വന്നപ്പോൾ വജറദൂഹ കണ്ടില്ലേ? വജറദൂഹ ആ പറയപ്പെട്ടതായ പിന്നെ ഈ മാദ്ദകളെ അവർ തനിപ്പിച്ചു. അത് ഈ മുജബ കുല്ലികളെ. വൈന്നും ലോ അളവോൽ മുജബത്തിൽ കുല്ലിയ മുജബ കുല്ലിക്ക് അവർ കുല്ലി ഇൻസാനിൻ അയവാനെന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ മേൽ അയക്കാമുകൾ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നാൽ ഐ അംകന ഐ യദ്ഹബൽ വൗമു ഇലാ അന്ന തിൽക്കൽ അയക്കാമ ഇവിടെ ഉണ്ടാകുന്ന ഹുക്കുമുകൾ മുഴുവനും ഇന്നമായ ഫിൽ മാദ്ദത്തി അത് മാദ്ദയിലാണ്. ദൂന മൂജബത്തിൽ കുല്ലിയാത്തി. അങ്ങനെ വന്നപ്പോൾ ഫതസവ്വറു അപ്പോൾ അവരെന്ത് ചെയ്ത് അങ്ങനെ തന്നെ ഫതസവ്വറു മഫ്ഹൂമൽ ഖദിയത്തി ഖദിയൻ്റെ മഫ്ഹൂമിനെ അവർ തസവ്വുറാക്കി. എന്നിട്ട് ജറദു ആ ഖദിയനെ അവരെന്ത് ചെയ്ത് തനിപ്പിച്ചു. എന്തിന്? മിനൽ മവാദി ഓരോരോ മാദ്ദകളെ തൊട്ട് തനിപ്പിച്ചു. മാതകൾ പറഞ്ഞില്ല, ഓരോരോ ഇൻസാൻ ഫറസൊക്കെ പോലുള്ള. എന്നിട്ട് അബ്ബറു അൻ തൊർഫയ്യ എന്നിട്ട് ആ കവിയൊക്കെ രണ്ട് തെറുഫുണ്ടാവൂലെ അതിനെ തൊട്ട് ഇബാറത്തൊട്ടു. ബി ജാ വ ബാ ജാ കൊണ്ടും ബാ കൊണ്ടും. എന്തിനു വേണ്ടി? തംബീഹൻ ഉണർത്താൻ വേണ്ടിയിട്ട്. അല അന്നൽ അയക്കാമൽ ജാരിയത്ത് തീർച്ചയായിട്ടും നടക്കുന്നതായ ഹുക്കുമുകൾ മനസ്സിലായില്ലേ? അലിഹ ഒരു കവിയന്റെ മേൽ നടക്കുന്ന ഹുക്കുമുകൾ ഷാമിലത്തുല്ലി ജമീഇ ജുസിയാത്തിഹ അത് അതിൻ്റെ എല്ലാ ജുസിയാത്തിനും ബാധകമാണ്. അതോടുകൂടി ഒരു മക്സൂറത്തിനൽ ബഅൽ ദൂനൽ ബഅൽ ബഅലിനെ കൂടാതെ ബഅലിൻ്റെ മേൽ അതിനെ ചുരുക്കപ്പെട്ടതല്ല, എല്ലാറ്റിനും ബാധകമായതാണ്. ഏതുപോലെ? കമാന്നവും തീർച്ചയായിട്ടും ആ മന്ദിക്ക് പണ്ഡിതന്മാർ ഈ കിസ്മി തസവുറാത്തിൻ്റെ കിസ്മിനെ പറ്റി ചർച്ച ചെയ്തപ്പോൾ അഹദൂ അവർ പിടിച്ചു മഫ്ഹൂമാത്തിൽ കുല്ലിയാത്തിൽ ഹംസി കുല്ലിയാത്തുൽ ഹംസന്റെ മഫ്ഹൂമുകൾ അവരെന്ത് ചെയ്ത്? കുല്ലിയാത്തുൽ ഹംസന്റെ മഫ്ഹൂമുകൾ അവരെന്ത് ചെയ്ത്? പിടിച്ചു. കുല്ലിയാത്തുൽ മനസ്സിലായില്ല? കുല്ലിയാത്തുൽ ഹംസ് കുല്ലിയാത്തുൽ ഹംസിന്റെ മഫ്ഹൂമുകൾ അവരെന്ത് ചെയ്ത്? പിടിച്ചു. മിൻ ഗൈരി ഇഷാറത്തിൻ ഇലാ മാദ്ദത്തിൻ മിനൽ മവാദി ഒരു മാദ്ദയിലേക്കും ഇഷാറത്ത് ചെയ്യാതെ. എന്നിട്ട് ബഹസു അവർ ചർച്ച ചെയ്തു അന്നഹ്വാലിഹ അതിൻ്റെ അവസ്ഥകളെ തൊട്ട് എന്ത് ചെയ്ത്? ചർച്ച ചെയ്തു. മനസ്സിലായില്ലേ? ഏത് കുല്ലിയാത്തുൽ ഹംസ? ആ കുല്ലിയാത്തുൽ ഹംസന്റെ പിന്നെ മാദ്ദകളിലേക്കൊന്നും ഇഷാറത്ത് ചെയ്യാതെ അതിൻ്റെ മഫ്ഹൂമാത്ത് മാത്രം പിടിച്ചിട്ട് ആ പിന്നെ മഫ്ഹൂമാത്തിൻ്റെ പിന്നെ അഹ്വാലിനെ അവർ ചർച്ച ചെയ്തു. മഫ്ഹൂമാത്തിൻ്റെ അഹ്വാല് മനസ്സിലായില്ലേ? അഹ്വാലുകളെ സംബന്ധിച്ച് പിന്നെ എന്തല്ല അതിൻ്റെ നെഫ്സിലേക്കോ ദാത്തിലേക്കോ നോക്കിയിട്ടല്ല എന്ന് മാത്രം. ബഹസൻ മത്തിനൻ ബഹസൻ ഒരു ബഹസിനെ അവർ ബഹസ് ചെയ്തു. മത്തിനൻ ഉറപ്പിക്കപ്പെട്ടു. മനസ്സിലായില്ലേ? ഇളകൊന്നുമില്ല, ഭയങ്കര ഉറപ്പുള്ളതോ. അൽഹംദുലില്ലാ. എന്നിട്ടോ വലാ ലിജമീഇ തബായിൽ അഷിയായി സോറി
ബയസം മത്തിനല്ല കേട്ടോ, മുത്തനാവിലെന്നാണ്. ബയസം ഒരു ചർച്ചയെ, മുത്തനാവിലൻ ഉൾപ്പെടുത്തുന്ന ചർച്ച. നിജമീ തബായി ലഷിയായി, എല്ലാ വസ്തുക്കളുടെയും തബീയത്തുകളെ ഉൾപ്പെടുത്തണം, എല്ലാം അതിൽ പെടണം. ഇതൊക്കെ പറഞ്ഞ ബന്ധിനെ സംബന്ധിച്ച ഈ ജായും ബായും ഇങ്ങനെ കൊണ്ടുവരാനുള്ള കാരണം ഇതാപ്പൊ പറയണത് കേട്ടാ. വലിഹാദ, എങ്കിൽ വലിഹാദ ഈ പറഞ്ഞ കാരണത്തിന് വേണ്ടിയിട്ട്, ഏത് കുല്ലിയാത്തിൻ്റെ വയസ്സുകളൊക്കെ, കവിയൻ്റെയും വയസ്സുകളൊക്കെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലായി എന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വാറത്ത് മബായിസു ഹാദൽ ഫന്നി, ഈ മന്ദിക്കിൻ്റെ ഫന്നിൻ്റെ ുള്ള ചർച്ചകളായി കവാനീന കുല്ലിയത്തൻ, കുല്ലിയായ ചില നിയമങ്ങളായി. എങ്ങനത്തെ കുല്ലിയായ നിയമങ്ങൾ? മുന്തബിക്കത്തന്നല ജമീഇൽ ജുസിയാത്തി, എല്ലാ ജുസിയാത്തിൻ്റെ മേലും പറയാൻ പറ്റും. എങ്കിലും ഉദാഹരണം പോലെ ഫൈദാക്കുന്ന നമ്മൾ പറഞ്ഞു കുല്ലു ബ, എല്ലാ ജായും ബായാണ്. ഉദ്ദീൻസാനിനായവാന് എല്ലാ ജായും ബായാണ് എന്ന് നമ്മൾ എന്ത് ചെയ്ത്, അപ്പൊ ഹുനാക്ക അമ്രാനി, അപ്പൊ അവരെ രണ്ട് വിഷയമുണ്ട്. ഏതാണ് രണ്ട് വിഷയം? അഹദുഹുമ, ഒന്നാമത്തെ വിഷയം മഫ്ഹൂമുജ, കാരണം ജാക്ക് മഫ്ഹൂമാണ്. വ ഹക്കീക്കത്തും, അതിൻ്റെ ഹക്കീക്കത്തും വേണം. മഫ്ഹൂമും വേണം, ഹക്കീക്കത്തും വേണം. വല്ലാഹറു, മറ്റേത് ഏതാണ്? മാ സദക്ക അലിഹി ജാ, ഈ ജാ പറയാൻ പറ്റുന്നതായ ചില ഫർദുകൾ, നിലഫറാദ് രണ്ടെണ്ണം വേണം. അതെ, മനസ്സിലായില്ലേ? ഒന്നാമത്തേത് ജാൻ്റെ മഫ്ഹൂമും ഹക്കീക്കത്തും. മറ്റേത് ഏതാണ്? പിന്നെ ആ ജാ പറയാൻ പറ്റുന്ന ഫർദുകൾ എന്ന് വെക്കുമ്പോൾ ഫലൈസ മാനാവും, അപ്പം അതിൻ്റെ മാന പറയാൻ പറ്റൂല. എങ്ങനെ? അന്ന മഫ്ഹൂമ ജാ ഹുവ മഫ്ഹൂമു ബാ, കണ്ട, ജാൻ്റെ മഫ്ഹൂമാകുന്നത് ബാൻ്റെ മഫ്ഹൂമാണ് എന്ന് പറയാൻ പറ്റൂല. എന്താ കാരണം? കാരണം അങ്ങനെ വന്നാൽ അത് അംജ് ചെയ്യാൻ പറ്റൂല അവിടെ. അതാ കാരണം. കാരണം അപ്പം അത് മുത്തഹിദായിട്ട് വരും, മുത്തറാദിഫായിട്ട് വരും. കാരണം രണ്ടും മാനൊത്തില്ലേ, രണ്ടും മാനൊത്ത് കഴിഞ്ഞാൽ മുത്തറാദിഫായിട്ടല്ലേ വരിക. അതാ പറഞ്ഞത്. ഫലൈസ മാനാവു അന്ന മഫ്ഹൂമ ജാ വ മഫ്ഹൂമു ബായ മാനാക്കല്ല. ഇല്ല, ഇനി അങ്ങനെയാണെന്ന് വെച്ചാലോ, അപ്പൊ ലക്കാന ജാ വ ബാ ലഫ്ദൈനി മുത്തറാദിഫൈ. ഓക്കെ, അപ്പൊ ജാ എന്നുള്ള ലഫ്ദും ബാ എന്നുള്ള ലഫ്ദും അത് മുത്തറാദിഫായ പദമായി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ പല യക്കൂനിൽ ഹംലു ഹംലാവൂല ഫിൽ മാന, അപ്പം ഇത് മാനയിൽ ഹംലാവൂല. പിന്നെ ബൽ ഫിൽ ലഫ്ദി, ലഫ്ദിന് മാത്രമേ ഹംലാവുള്ളൂ. പിന്നെയോ ബൽ മാനാഹു, എങ്കിലും അതിൻ്റെ മാന എങ്ങനെ പറയണം? കുല്ലമാ സദഖ അലിഹി ജാമിനൽ അഫ്രാദി ഫൗവ ബാ. ജാൻ്റെ അഫ്രാദായി പറയാൻ പറ്റുന്നതായി ഏതൊന്നുണ്ടോ അത് ഏതാണ്? ബായാണ്. അത് കഴിഞ്ഞു. ഇനി ഫൈൻ കുൽത്താജി പറഞ്ഞാൽ കമാ അന്നലി ജാ എഴുത്തിബാറൈനി കദാലിക്കല്ലി ബാ എഴുത്തിബാറാനി. കണ്ടില്ലേ, ജാക്ക് രണ്ട് എഴുത്തിബാറുണ്ട് നമ്മൾ പറയാണോ, നീ പറയാണോ, എന്നാൽ ബാക്കും രണ്ട് എഴുത്തിബാറുണ്ടാവും. കാരണം എന്താ? ജാ മൗദു ആയതുപോലെ, ജാ എന്നുള്ളത് മൗദു ആയതുപോലെ ബാ എന്നുള്ളത് ഏതാണ്? മഹമൂദ. മനസ്സിലായില്ലേ? ജാ എന്നുള്ളത് മൗദു ആയതുപോലെ ബാ എന്നുള്ളത് ഏതാണ്? മഹമൂദാണ്. മനസ്സിലായ? അപ്പൊ അതാ ഇസമ്മ ഇവിടെ
അതാണ് കുല്ലമാ ജാ സ്വതക്കാലേഹി ജാമിനൽ അഫ്രാദി ഫൗവബ. ഇനി വേറെ സംശയം. അപ്പം എന്താ? അപ്പം ജാക്ക് രണ്ട് എത്തിബാറുള്ളത് പോലെ ബാക്കും രണ്ട് എത്തിബാറുണ്ടാവും. ഏതുപോലെ? ഏ ഒന്ന് ഏതാണ്? മഫ്ഹൂമുൻ. ഒന്ന് മഫ്ഹൂമാണ്, ഹക്കീക്കത്തും ഹക്കീക്കത്തുമാണ്. ഒമാ സദക്കാലി മിനൽ അഫ്രാദി. മനസ്സിലായില്ലേ? കാരണം ജാക്ക് ഹക്കീക്കത്ത് ഉണ്ടാകുന്നത് പോലെ ബാക്ക് ഹക്കീക്കത്ത് വേണം. അപ്പം ഇത് മഫ്ഹൂമും വേണം. അതിൻ്റെ മാസതക്കാരിയാകുന്ന ഫർദുകളും വേണം. ഏയ് പറഞ്ഞ അങ്ങനെ വെക്കുമ്പോൾ ഫലിമല യജൂസു എന്തുകൊണ്ട് ജായിസായിക്കൂല? അയ്യക്കൂനൻ മഹ്മൂദു മഹ്മൂദ് ആവൽ എന്തുകൊണ്ട് ജായിസായിക്കൂല? ഏത്? മാസതക്കാരിഹി ബാ സാധിക്കാകുന്നതായ ഒന്നാണ് ഏത്? മഹ്മൂദ്. ഇപ്പം ഇവിടെ പറഞ്ഞ് മനസ്സിലായ? ഇവർ പറഞ്ഞപ്പോൾ എന്താണെന്ന് അറിയോ? അതായത് ഈ ജാന്റെ മഫൂമ് ബാന്റെ മഫൂമാണെന്ന് പറയാൻ പറ്റൂല എന്നാണല്ലോ പറഞ്ഞു പോകുന്നത് ഷാരി. ജാന്റെ മഫൂമാകുന്നത് ബായിന്റെ മഫൂമാണ് എന്ന് പറയാൻ പറ്റൂല. ഇതാണ്. അപ്പൊ കീഴക്കാരൻ പറഞ്ഞ എന്താണ്? പറയാൻ പറ്റൂന്ന. കാരണം ജാക്ക് രണ്ട് എത്തിബാറുള്ളത് പോലെ തന്നെ ബാക്കും എന്തുണ്ട്? രണ്ട് എത്തിബാറുണ്ട്. മനസ്സിലായോ? ഒന്ന് മഫൂമ്, മറ്റൊന്ന് ഹക്കീക്കത്ത്. മനസ്സിലായില്ലേ? എനിക്ക് ഫലിമലായ ജ്യൂസ് ഒരു പറയാണ് കുത്ത കീഴക്കാരൻ പറയാണ് ഫലിമലായ ജ്യൂസ് എന്തുകൊണ്ട് ജായിസായിക്കൂല? അയ്യക്കൂന മഹമൂദു മഹമൂദാവര് മാസദക്കാലിഹി മിനൽ അഫ്രാദി ബാ പറയാൻ പറ്റുന്നതായ അഫ്രാദായി കൂടേന്ന്. ആ പക്ഷെ എന്തല്ല ലാ മഫൂമോ മഫൂമല്ല. മഫൂമല്ല എന്ന് വെച്ചാൽ പോരെ. ഏയ് മഫൂമല്ല എന്ന് വെച്ചാൽ പോരെ. മഫൂമല്ല. പിന്നെ മഹ്മൂദി എന്ന് പറഞ്ഞാല് ബാ സാധിക്കാവാൻ പറ്റുന്നതായ ഫർദുകളാണ് ഏത്? വലിമല യജൂസ് അൻ യകൂന മഹ്മൂദ് മാ സദഖ അലൈഹി ബാ. മഹ്മൂദ് മാനെ പറയാൻ പറ്റുന്ന ഏതൊരു ഫർദും പിന്നെ എന്തല്ല? മഫ്ഹൂമല്ല. അപ്പം ബാ കൊണ്ടുള്ള മഫ്ഹൂം അങ്ങോട്ട് പോയി. അപ്പം മഫ്ഹൂമ് എന്ന് പറഞ്ഞതായ എത്തിബാറ് അവിടെ ഉണ്ടാവൂല. മനസ്സിലായ? മഫ്ഹൂമ് എന്നുള്ള എത്തിബാർ അവിടെ വരുന്നില്ല. അപ്പൊ കമാ അന്നൽ മൗലു തീർച്ചയായിട്ടും മൗലു ആകുന്നത് കദാലിക്ക അപ്രകാരാണെങ്കിൽ ഫനക്കു നമ്മൾ പറയും മാസതക്കാരിയിൽ മൗലൂബി ഐനിഹി. ആ മൗലൂ എന്ന് പറയാൻ പറ്റുന്നത് തന്നെ മാസതക്കാരിയിൽ മഹമൂദ് പറയാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ മഫ്ഹൂമായില്ലേ? രണ്ടിനും മഫ്ഹൂമായില്ലേ? ഇനി നമ്മൾ പറയാം ഫലൂഖാനൽ മഹമൂദ് മാ സദക്ക അലിഹി ബാ പറയാൻ പറ്റുന്നതായ ഒന്നാണ് മഹമൂദ് എന്ന് പറയുകയാണെങ്കിൽ ലക്കാനൽ മഹമൂദു ലറൂരിയ സുബൂത്തി മൗലൂയി. അപ്പൊ ഈ പറയപ്പെട്ടതായ മഹ്മൂദ് അത് മൗലൂയിലേക്ക് എന്ത് ചെയ്യും? സുബൂത്താവും. എങ്ങനെ സുബൂത്താവും? ലറൂരിയായ രൂപത്തിൽ സുബൂത്താവും. എന്ത് ലറൂരിയായ രൂപത്തിൽ എന്ന് പറഞ്ഞാല് ലറൂദത്ത് സുബൂത്തി ഷെയ്യിന് നഫ്സി. ഒരു ഷെയ്യ് എൻ്റെ നഫ്സിലേക്ക് സുബൂത്താകുക. അങ്ങനെ ആകുമ്പോൾ എന്നസിറുൽ ഖളായ ഫിൽ ലറൂരിയ. അപ്പൊ കളിയകളൊക്കെ ലറൂരിയിൽ എന്താവും? മുൻഹസിറാവും. അലം തസ്തുക്ക് മുംകിനത്തൻ ഖാസത്തൻ നസ്ല. മുംകിന ഖാസ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫഖദ് ദഹറ തീർച്ചയായിട്ടും മനസ്സിലായി അന്ന മായനൽ ഖദിയത്തി തീർച്ചയായിട്ടും ഖദിയയുടെ മായന കുല്ലമാ സദക അലൈഹി മഫ്ഹൂമു ജാമിനൽ അഫ്രാദി ഫഹുവ മഫ്ഹൂമു മഫ്ഹൂമു ബാ. അപ്പൊ മഫ്ഹൂമായിട്ട് പറയാൻ പറ്റിയില്ലേന്ന്. പിന്നെന്തല്ല ലാമാ സദക അലൈഹി ബാ പറയാൻ പറ്റുന്നതായ ഫർദുകള് അല്ല. മനസ്സിലായ?